എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്നത് നൻപ നൻപികൾ എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആരാധകർക്കും നിരവധി പേർക്കും ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന വിജയുടെ ഓഡിയോ ലോഞ്ചുകളിലെ പ്രസംഗം കേൾക്കാൻ എത്രയോ ആളുകളാണ് കാത്തിരിക്കുന്നത്. ഇതുവരെ തമിഴ്നാട്ടിൽ തന്റെ ആരാധകർക്കൊപ്പം നടത്തിക്കൊണ്ടിരുന്ന ഇത്രയും സ്പെഷ്യലായ ഓഡിയോ ലോഞ്ച് ഇത്തവണ നടത്തുന്നത് മലേഷ്യയിലാണ്. എന്തുകൊണ്ട് ഈ അവസാന ചിത്രത്തിന്റെ പരിപാടി വേറൊരു രാജ്യത്ത് നടത്തുന്നു? കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന കരൂർ ദുരന്തം മുന്നിൽ കണ്ടാണോ? തന്റെ പരിപാടിക്ക് തമിഴ്നാട് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാഞ്ഞിട്ടാണോ? എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമകളുടെ ഓഡിയോ ലോഞ്ച് പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയും ആരാധകർ എത്തുന്നതും വിജയുടെ ചിത്രങ്ങൾക്കായിരുന്നു. തമിഴ് സിനിമയിൽ ഈ ഒരു ട്രെൻഡ് ആരംഭിച്ചതും വിജയ് തന്നെയാണ്. ഓഡിയോ ലോഞ്ചിനിടെ വിജയുടെ പ്രസംഗം കേൾക്കാൻ മാത്രം ആയിരക്കണക്കിന് ആളുകൾ പരിപാടികളിൽ മുടങ്ങാതെ എത്തിയിരുന്നു. പുലി എന്ന സിനിമ മുതൽ തുടങ്ങിയ ഈ ട്രെൻഡ് പിന്നീടെത്തിയ എല്ലാ വിജയ് സിനിമകളിലും തുടർന്നു. അറ്റ്ലി സംവിധാനം ചെയ്ത മെർസൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പവർ കാണികൾക്കും ആരാധകർക്കും മനസ്സിലായത്. വിജയ് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ മുതൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ ആരാധകരുടെ ആരവം കേൾക്കാം. ചില സന്ദർഭങ്ങളിൽ ആരാധകരുടെ ആരവം കാരണം അദ്ദേഹത്തിന് സംസാരിച്ചു തുടങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മെർസലിന് ശേഷം സർക്കാർ, ബിഗിൽ, മാസ്റ്റർ, വാരിസ്, ലിയോ എന്നീ ചിത്രങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ വിജയ് നടത്തിയ എല്ലാ പ്രസംഗങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ പല റീലുകളിലും വൈറലാണ്. തന്റെ ആരാധകർക്ക് സന്ദേശങ്ങൾ നൽകാനും അവരെ പ്രശംസിക്കാനും മാത്രമല്ല വിജയ് ഈ പ്രസംഗം നടത്തിയിരുന്നത്. തന്റേതായ രാഷ്ട്രീയം അദ്ദേഹം ഓരോ പ്രസംഗത്തിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ വിജയ് അവസാനമായി അഭിനയിച്ച ജനനായകൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. തന്റെ അവസാന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് സ്വന്തം നാട്ടിൽ ആരാധകർക്കൊപ്പം നടത്തുന്നതിന് പകരം മലേഷ്യയിൽ നടത്താനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ പഴികേട്ട കരൂർ ദുരന്തത്തിന് ഒരു ആവർത്തനം ഉണ്ടാകരുതെന്ന ദൃഢ തീരുമാനത്തിൽ നിന്നാകാം മലേഷ്യയിലേക്ക് പറക്കാൻ വിജയ് തീരുമാനിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്ന അഭ്യൂഹങ്ങൾ. എന്തായാലും വിജയുടെ ഓഡിയോ ലോഞ്ച് പ്രസംഗം കേൾക്കാൻ തമിഴ്നാട്ടിൽ നിന്നും ആരാധകർ മലേഷ്യയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാന ചിത്രം കൂടി ആയതിനാൽ എന്തായിരിക്കും വിജയ് തന്റെ പ്രസംഗത്തിൽ പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. സിനിമകളിലൂടെയും തന്റെ രാഷ്ട്രീയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച നടൻ കൂടിയാണ് വിജയ്. അദ്ദേഹത്തിന് തന്റെ ആരാധകരെ വീണ്ടും പ്രചോദനം നൽകിയും രാഷ്ട്രീയ ഉപദേശങ്ങൾ നൽകാനും ഈ ഓഡിയോ ലോഞ്ച് വേദി ഉപകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.